പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹത്തോടെ അനുഗ്രഹിച്ച് അങ്ങയുടെ വലിയ കൃപകളാൽ നിറച്ചുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കൃപയും അഭിഷേകവും വലിയ ശക്തിയും നിറച്ചു നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണം. ഒത്തിരി തടസ്സങ്ങള്, ബന്ധിക്കപ്പെട്ട മക്കള്, കെട്ടിപ്പൂട്ടപ്പെട്ട മക്കള്, കണ്ണുകെട്ടപ്പെട്ട മക്കള്, കർത്താവെ ഒത്തിരിയേറെ നശിച്ചു പോയ തകർന്നുപോയ മക്കള്, ഓരോ ദിവസവും നൂറുകണക്കിന് മാതാപിതാക്കളാണ് കർത്താവെ കണ്ണുനീരോടെ തങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് വിളിക്കുന്നത്. ഓരോ ദിവസവും ആ മക്കളുടെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ സ്വർഗം തുറന്ന് സ്വർഗീയ പിതാവേ കൃപകൾ ഭക്ഷിച്ച് വലിയ ശക്തി പ്രകടമാക്കി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പല അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ചില കെട്ടുകളെല്ലാം അഴിക്കണമേ. പൈശാചിക ശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും അങ്ങ് രക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും തിരുക്കുടുംബത്തിന്റെ നിറസാന്നിധ്യത്തിൽ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ ഈ വലിയ കൂട്ടായ്മയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈ മക്കളെ ഏതെല്ലാം നിയോഗങ്ങളാണോ മക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗങ്ങളുടെ മേലും മക്കളുടെ മേലും കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവെ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത അധികാരത്തിൽ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബത്തിന്റെ പാലകനായ അപ്പന്റെ ഹൃദയമുള്ള യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കണം. ഉണ്ണീശോയെ കാത്തു സംരക്ഷിച്ച പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മധ്യസ്ഥതയില് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ദിവസവും അനേക മക്കൾ അച്ഛനോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകളും നിയോഗങ്ങളുമാണ് നമ്മൾ ഓരോ ദിവസത്തെയും നമ്മുടെ വിഷയമായിട്ടെടുത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖല, അനേക മക്കൾ ഇന്ന് പഠനം മുടങ്ങി പോയി, അവർക്ക് പഠിക്കേണ്ടാത്ത ഒരവസ്ഥയിൽ തീരുമാനമെടുത്തിരിക്കും. കാരണം ഈ മക്കള് മൊബൈലിന്റെ പിടിയില, 24 മണിക്കൂറും മൊബൈലിന്റെ പിടിയിൽ. ഒത്തിരിയേറെ മക്കള് ഈ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഈ മക്കൾക്ക് പഠിക്കണ്ട, ഫുൾ ടൈം മൊബൈലിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കളികള്, ഗെയിമുകള്, ബന്ധങ്ങള്, റീലുകള്, സിനിമകള് ഒന്നൊന്നായിട്ട് കണ്ട് അതിനടിമപ്പെട്ട് ഈ മക്കൾക്ക് ക്ലാസ്സിൽ പോണ്ട. ചില മക്കൾ ഇതിനോടകം പഠനം മുടക്കി. ചില മക്കള് ആഴ്ചയിൽ ഒരു ദിവസം പോവും. മാതാപിതാക്കള് സ്കൂളിൽ പോകാൻ പറഞ്ഞ ഒച്ചപ്പാട്, ബഹളം, വഴക്ക്, തോന്നുമ്പോ ഇറങ്ങിപ്പോവും, തോന്നുമ്പോ കയറി വരും. പഠന മേഖല അതുപോലെ മുടങ്ങിപ്പോയ അനേകം മക്കളുടെ ഈ പൈശാചികമായ ബന്ധനങ്ങൾ ഓർത്തേക്ക്. ഈ മക്കൾക്ക് ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഈ മക്കൾ എവിടെ ചെല്ലും? കണ്ണു കെട്ടിക്കൊണ്ട് ഈ പൈശാചികമായ മൊബൈലും അടിമത്തങ്ങളും കണ്ട കാഴ്ചകളും കെട്ട കാര്യങ്ങളും ആടിപ്പാടുന്ന ചില പാട്ടുകളും ഇതെല്ലാം കൊണ്ട് ഈ മക്കൾ അടിമപ്പെട്ട് കിടക്കും. കഴിഞ്ഞ ദിവസം അമിച്ച് പറയാ, ഒരു മോള് ഫുൾ ടൈം പാട്ടാണ്, എന്തൊക്കെയോ പാട്ടുകൾ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ അഡിക്റ്റഡ് ആക്കുന്ന പാട്ടുകളൊക്കെ ഈ പൈശാചികമായ റോക്ക് മ്യൂസിക്കിന്റെയും മെറ്റൽ മ്യൂസിക്കിന്റെയും പൈശാചിക അടിമത്തം. അനവസാനം ഈ കഴിഞ്ഞ ദിവസം കൊച്ച് ഏതോ ഇതിന്റെ പേരില് വിദേശ രാജ്യത്താ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈയൊക്കെ കണ്ടിച്ച് ഈ നാട്ടിലേക്ക് അമ്മ ചങ്കുപൊട്ടിക്കറിയുക. ഫുൾ ടൈം മൊബൈൽ അടിമത്തം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഇന്നത്തെ ലോകം ഒരു പ്രത്യേക ലോകമാണ്. മക്കളുടെ യഥാർത്ഥമായ ചിന്താശക്തി നഷ്ടപ്പെട്ടു, കണ്ണ് കെട്ടപ്പെട്ടു, ബന്ധിക്കപ്പെട്ടു. എങ്ങോട്ടൊക്കെയോ ഇങ്ങനെ നയിക്കുന്ന രീതിയിൽ പല പല ചിന്തകള്, കാഴ്ചപ്പാടുകള്, കൂട്ടുകെട്ടുകള്, മൊബൈൽ അടിമത്വങ്ങള്, തീരുമാനങ്ങള്. അവിടെ അപ്പന്റെ അമ്മയുടെ യാതൊരു സ്ഥാനമില്ല. അധ്യാപകര് പറഞ്ഞാൽ കേൾക്കത്തില്ല, കൂട്ടുകാര് നല്ലവര് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇങ്ങനെ പോകുന്ന അനേക മക്കൾ, പല മക്കളെ അച്ഛനടുത്ത് കൊണ്ടുവന്നു. എന്ത് പറഞ്ഞിട്ട് ഈ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. നല്ലത് മനസ്സിലാക്കാനോ നല്ല ഉപദേശങ്ങൾ കേൾക്കാനോ അത് സ്വീകരിക്കാനോ പറ്റാത്ത വിധത്തില് നമ്മുടെ മക്കൾ പലരും അടിമപ്പെട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് വലിയ സങ്കടമുണ്ട് മക്കളെ. കാർന്നുമാരുടെ കണ്ണുനീര്, നിലവിളി, ഫോൺ വിളി, വോയിസ് മെസ്സേജ്, വാട്സപ്പ് മെസ്സേജുകള്. എന്റെ പ്രിയപ്പെട്ടവര്, അനേക മക്കൾ എന്താ ചെയ്യാ? ദൈവബന്ധമില്ല, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, ഫുൾ ടൈം എന്ന പോലെ ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട അടിമത്വങ്ങൾ. ഇതൊക്കെ ഒരു വലിയൊരു വിടുതലിന് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് ഈ പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ച് ചിന്തകളെ, വികാരങ്ങളെ, തോന്നലുകളെ, ഇഷ്ടങ്ങളെ എല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന രീതിയിൽ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിന് ശക്തമായ ആവേശത്താൽ നിറയപ്പെട്ട് പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെയും ഒക്കെ വലിയ സംരക്ഷണത്തില്, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ സംരക്ഷണത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നശിച്ചു പോയ മക്കള്, വഴുതിച്ചു പോയ മക്കള്, കെണിപ്പെട്ടുപോയ മക്കള്, ഇനി ചില മക്കളെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ട കെട്ടപ്പെട്ട മക്കള്, പല പല വെറൈറ്റി മക്കളാണ് മക്കളെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നമ്മുടെ മക്കൾക്ക് പ്രാർത്ഥനയിൽ ഒരു കാര്യം നമുക്കറിയാലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തത്തിലേക്ക് പോയോ ആ നിമിഷം നമ്മുടെ മക്കളുടെ ദൈവബന്ധം അവർ വിച്ഛേദിക്കും, കൂദാശ ബന്ധം വിച്ഛേദിക്കും, പരിശുദ്ധ അമ്മ ബന്ധം വിച്ഛേദിക്കും, കുടുംബ പ്രാർത്ഥന വിച്ഛേദിക്കും. ഉപദേശങ്ങൾ കേൾക്കുന്നത് ഭയങ്കര ദേഷ്യം. മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞാൽ ഒച്ചപ്പാട്, വയലന്റ് ആകുന്നു, തല്ലിപ്പൊളിക്കുന്നു. ഒരമ്മ ഇന്നലെ പറയാ, എന്റെ അച്ഛ, മോള് നശിപ്പിക്കാത്ത ഒന്നുമില്ല, എന്റേതായ എല്ലാ വസ്തുക്കളും അവളെ നശിപ്പിച്ച്. എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ചാൽ അമ്മേനെ തല്ലുന്നു, അമ്മയുടെ വസ്തുക്കളൊക്കെ നശിപ്പിച്ചു കളയുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മക്കള് പലരും പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മേഖലകള് ഓരോ ദിവസവും ഏറി വരുമ്പോ ഞാൻ പറയണ വേറെ ഒരു വഴിയില്ല. ഈശോ പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. അതുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുക. മാതാപിതാക്കള് എല്ലാവരും ഒരുമിച്ച്, അപ്പനും അമ്മയും. ഇന്ന് അപ്പന്മാരൊക്കെ വേറെ ലെവലില്ല. അപ്പനും അമ്മയും ഈ അവസ്ഥ, ഇതിന്റെ ഗൗരവം, ഇതിന്റെ പൈശാചിക അവസ്ഥ, ഈ ആത്മീയ പോരാട്ടം ശരിക്കും മനസ്സിലാക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൂദാശികൾ പരിക്രമം ചെയ്ത് അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില് ഈ മക്കളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിനെ കുരിശിൻ ചുവട്ടിൽ നിർവീര്യമാക്കി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനുദിന വിശുദ്ധ കുർബാന മധ്യ നിയോഗ പ്രാർത്ഥനയില് ശക്തമായിട്ട് എല്ലാ ദിവസവും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധനയില്, ദിവ്യാന സന്നിധിയില് അച്ഛൻ മണിക്കൂറുകളിരുന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെയേറെ സ്ഥലങ്ങൾ ധ്യാനത്തിന് പോകുമ്പോ എല്ലാവരും പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, മക്കളെ, നമ്മൾ ഈ ശുശ്രൂഷ വലിയ ഗൗരവത്തോടു കൂടി എടുക്കണം. വേറൊരു വഴിയില്ല. ഉപദേശം കൊണ്ട് കാര്യമില്ല, ധ്യാനം കൂടാൻ പോയിട്ട് കാര്യമില്ല. ധ്യാനിക്കാൻ വന്നാൽ തന്നെ ഈ മക്കൾക്ക് ഗ്രഹിക്കാൻ പറ്റണില്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ മക്കളെ അടിമപ്പെടുത്തി ബന്ധിച്ച് ഈ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടിവിക്കുന്ന വിധത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഉപവാസവും ത്യാഗമൊക്കെ എടുത്ത് ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, തിരുഹൃദയത്തിന്റെ ലുത്തിരിയെ ചൊല്ലി, മിഖായേൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിന്റെ അതിശക്തമായ ഇടപെടല് നമ്മൾ ഇടപെടുത്തിക്കണം. അത്രമാത്രം തിന്മയേറിയ മക്കളെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്ത് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയാണ്, എ സ്പിരിച്വൽ വാർ ഈസ് ഗോയിങ് ഓൺ. ആത്മീയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത്
നമ്മൾ ആത്മീയമായി ശക്തി പ്രാപിച്ച് ആത്മീയമായിട്ട് യുദ്ധത്തെ നേരിട്ട് തോൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, സഭയെ, പൗരോഹിത്യത്തെ, സകല മേഖലകളെയും ഈ ആത്മീയ പോരാട്ടത്തിൽ തോൽപ്പിച്ചു കളയും. ഒറ്റ വഴിയുള്ളൂ. ആ വഴിയാണ് കർത്താവ് നമ്മൾ പറയുന്നതുകൊണ്ട് മക്കളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്തിക്കും മക്കളെ. അനേകം പേര് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കട്ടെ. ദിവ്യാനുസന്നതിയിൽ ഈ പറഞ്ഞ സന്ദേശങ്ങളും അവസ്ഥകളും മേഖലകളും ഒക്കെ മനസ്സിലാക്കി യുദ്ധത്തിൽ എല്ലാവരും പങ്കുചേരട്ടെ. ഒരു കാര്യം ഉറപ്പാ, നിലനിൽക്കുന്ന യുദ്ധം മടുക്കാതെ മുടങ്ങാതെ നമ്മൾ ചെയ്താൽ ഫൈറ്റിംഗ് സോൾജിയർ ഹാസ് ദ റൈറ്റ് ടു വിൻ. പോരാടുന്ന ഒരു പടയാളിക്ക് വിജയിക്കാൻ അവകാശമുണ്ട്. അവൻ ജയിക്കും, നമ്മൾ ജയിക്കും, നമുക്ക് ജയിക്കണം. നമ്മുടെ മക്കളെ വിജയിപ്പിച്ചെടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മുടങ്ങാതെ നമുക്ക് പ്രാർത്ഥിക്കാം, മനസ്സ് മടുക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം, നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്ക്, ദൈവത്തിന് പോലും സാധിക്കണമെങ്കിൽ നമ്മൾ വാതിൽ തുറക്കണം, മക്കൾ വാതിൽ തുറക്കണം. ഹൃദയത്തിന്റെ വാതിൽ തുറക്കാതെ ദൈവം പോലും കയറി പറ്റാത്ത അവസ്ഥയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ അധികാരം ഉപയോഗിച്ച് ചേർത്ത് പിടിച്ച്, കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങൾ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കൾ അങ്ങ് വന്നിടപെടണം. വലിയ പ്രാർത്ഥനയോടെ ഇന്ന് ഈ ഒരു മേഖലയിൽ പഠനം മുടങ്ങിക്കിടക്കുന്ന മക്കള്, ഇനി പഠനം മുടക്കിക്കൊണ്ടിരിക്കുന്ന മക്കള്, പഠനത്തോട് താല്പര്യമില്ലാത്ത മക്കള്, ഈ മക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും എടുത്തു മാറ്റി ഭാവിയെ കുറിച്ചുള്ള ചിന്തയും പഠനത്തിന്റെ ആവശ്യകതയും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവേ കർത്താവേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയിൽ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ നമ്മുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ കണ്ണുനീരോടും വലിയ വേദനയോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഠിക്കേണ്ട മക്കള്, ജീവിക്കേണ്ട മക്കള് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ പല പല അടിമത്തങ്ങളിൽ കുടുങ്ങി ഈശോ പഠനം പോലും മുടക്കി സമയം നഷ്ടപ്പെടുത്തി ജീവിതത്തിന്റെ എവിടെയെങ്കിലും എത്തിച്ചേരേണ്ട സമയത്ത് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അലസമായി അനുസരണക്കേടിലും ഒക്കെ ജീവിക്കുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റാത്ത മാതാപിതാക്കളുടെ കണ്ണുനീരും വേദനയും ഈശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മാതാപിതാക്കളെയും അവരുടെ പ്രിയപ്പെട്ട മക്കളെയും ഈശോയെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല. ഞങ്ങളുടെ മക്കള് വലിയ കെണിയിൽപ്പെട്ടിരിക്കുന്നു, ചിന്താശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഭാവിയെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ കിടക്കുന്ന അടിമത്തത്തിന്റെ ചെളിക്കുണ്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം ഞങ്ങളുടെ മക്കളുടെ കണ്ണ് കെട്ടപ്പെട്ടിരിക്കുന്നു. സമയം നഷ്ടപ്പെട്ടു പോകുന്നു, പഠനം മുടങ്ങുന്നു, ഭാവി തന്നെ അന്ധകാരത്തിലും അനിശ്ചിതത്വത്തിലുമായിരിക്കുന്നു. ഇതെല്ലാമായിട്ടും ഇത് കാണാനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ മനസ്സിലാക്കാനോ പറ്റാതെ ഈശോയെ ഞങ്ങളുടെ മക്കൾ ദേഷ്യപ്പെടുന്നു, ഒച്ച വയ്ക്കുന്നു, ബഹളം വയ്ക്കുന്നു. പ്രാർത്ഥനയില്ല, അങ്ങുമായുള്ള ബന്ധമില്ല, ചൈതന്യമില്ല. ഈശോയെ, കണ്ണുകെട്ടപ്പെട്ട പോയ മക്കള്, അടിമപ്പെട്ടു പോയ മക്കള്, രക്ഷപ്പെടണമെന്ന് ഒരാഗ്രഹം പോലും ഇല്ലാത്ത മക്കളുണ്ട്. ഇനി ചില മക്കളെങ്കിലും രക്ഷപ്പെടണം ഇതിൽ നിന്നൊക്കെ എന്ന് ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് ബന്ധിക്കപ്പെട്ട് കെട്ടപ്പെട്ടു പോയ മക്കള്, ഈശോയെ എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭ്രമിച്ചു പറയാ, എന്നെ അച്ഛാ, എന്റെ കുഞ്ഞിന്റെ മുറിയില് എപ്പ ചെന്ന് നോക്കിയാലും അതിരാത്രിയില്, നേരം വെളുക്കുമ്പോ, രാത്രിയില്, പകല് എപ്പ ചെന്ന് നോക്കിയാലും ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉറക്കില്ല, പഠനമില്ല, പറഞ്ഞനുസരിക്കത്തില്ല, പ്രാർത്ഥനയില്ല. ഈശോയെ, ഇതൊരു കൊച്ചന്റെ മാത്രം അവസ്ഥയല്ല, അനേക മക്കളുടെ അവസ്ഥയാണെന്ന് അനേക മാതാപിതാക്കള് കണ്ണുനീരോടെ
മക്കളുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ചങ്കുപൊട്ടി കരയുന്നു. ഈശോയെ, എല്ലാ മാതാപിതാക്കളെയും വേദനയും കണ്ണുനീരും ചേർത്ത് വച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഈശോയെ അങ്ങയുടെ കുരിശുമരണ ശക്തിയാൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കെട്ടപ്പെട്ട കെട്ടുകളെ അഴിച്ച് കണ്ണുമൂടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മക്കൾക്ക് പ്രകാശം നൽകി ബുദ്ധിയെ പ്രകാശിപ്പിച്ച് മനസ്സിനെ ശക്തിപ്പെടുത്തി ശക്തമായി തീരുമാനമെടുത്ത് തിരിച്ചു വരാൻ ഈശോയെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയോട് ചേർന്ന് ജീവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. ഞങ്ങളുടെ മക്കൾ പഠിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അനുസരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ കുടുംബത്തോട് ചേർന്ന് നിൽക്കട്ടെ. ഞങ്ങളുടെ മക്കൾ സത്യം അറിയട്ടെ. ഞങ്ങളുടെ മക്കൾ ഉന്നതമായ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകട്ടെ. മക്കൾക്ക് വേണ്ടിയുള്ള ഈ വലിയ പ്രാർത്ഥന കണ്ണുനീരോടെ ഞങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും ദുഃഖഭാരങ്ങളും കുരിശോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിന്റെയും സാന്നിധ്യത്തില് ദിവ്യാനീശോയെ അങ്ങ് തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ സമയം വേദനിക്കുന്ന മാതാപിതാക്കളിലേക്ക്, അതിന് കാരണമായ മക്കളിലേക്ക് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വിടിവിക്കണമേ, സൗഖ്യം നൽകണമേ, രക്ഷപ്പെടുത്തണമേ, മോചിപ്പിക്കണമേ, പ്രകാശത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മക്കൾ തീരുമാനമെടുക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ട മക്കളുണ്ട് കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ മക്കളിൽ നിറഞ്ഞ് തീരുമാനമെടുപ്പിച്ച് ശക്തി നൽകി, വിടുതൽ നൽകി, സ്വാതന്ത്ര്യം നൽകി, നല്ല തീരുമാനങ്ങൾ നൽകി, ആലോചന നൽകി ഞങ്ങളുടെ മക്കളെ നയിക്കണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. ഈ ആശീർവാദത്തിന്റെ സമയത്ത് കർത്താവിന്റെ ശക്തി എല്ലാ മക്കളിലും നിറയപ്പെടുന്നത് കണ്ട് നമ്മുടെ മക്കളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ വലിയ കൂട്ടായ്മയിൽ ഇതുപോലെ അടിമപ്പെട്ടു പോയ, പഠനത്തിൽ മുടങ്ങിപ്പോയ, തടസ്സപ്പെട്ടു പോയ, താല്പര്യം നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് വീണ്ടും ഒരു അഭിഷേകത്തിൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അതിനായി ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി ദിവ്യകാല സന്നിധിയിൽ നമ്മുടെ എല്ലാ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.